ആദിയും അമ്മുവും നന്ദുവും അനുവും വീട്ടിലെത്തിയപ്പോൾ ദേവരാജനും പാർവതിയും റെഡിയായി ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെവിടെ പോവാൻ രണ്ടാളും കൂടെ? അനു ബാഗ് സോഫയിൽ വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. നിങ്ങൾ വന്നോ? ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയിട്ട് വരാം. അമ്മയ്ക്ക് ചെറിയൊരു പനി, അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാലോ എന്ന് കരുതി പാർവതി അവരോടായി പറഞ്ഞു. എന്നാൽ ഞാനും വരാച്ചാ, ആദി പറഞ്ഞു. വേണ്ട, അതിന് മാത്രം കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. ഇപ്പം എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. ദേവരാജൻ പറഞ്ഞതിന് ആദി ഒന്ന് മൂളി. പിന്നെ ഞങ്ങൾ നാളെയേ വരത്തുള്ളൂ. നാളെയോ? പാർവതി പറഞ്ഞതും അമ്മുവും നന്ദുവും അനുവും ഞെട്ടിക്കൊണ്ട് ഒരുമിച്ച് ചോദിച്ചു. മൂന്ന് പേരും ഒരുപോലെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും നെറ്റി ചുളിഞ്ഞു. പാർവതിക്ക് മാത്രം കാര്യം പിടികിട്ടി. ഓ, നിങ്ങൾ ഞെട്ടണ്ട. രാത്രിയിലേക്കുള്ള ഫുഡ് ഞാൻ വെച്ചിട്ടുണ്ട്. രാവിലെ ദോശക്കുള്ള മാവും അവിടെയുണ്ട്. അത് രാവിലെ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. പാർവതി പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലായത്. കുട്ടികൾക്ക് അടുക്കള പണിയെടുത്ത് ശീലമില്ല, അതാ. ഹോ, എല്ലാം കണ്ടറിഞ്ഞു ചെയ്തു. അമ്മമാരാണെങ്കിൽ ഇങ്ങനെ വേണം. അമ്മ പാർവതിയുടെ കമിളിൽ അമർത്തി ചുംബിച്ചു. ദേ, ഒരെണ്ണങ്ങ് തന്നാലുണ്ടല്ലോ. മര്യാദയ്ക്ക് അടുക്കള പണിയൊക്കെ പഠിച്ചോണം. ഇപ്രാവശ്യം ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. പാർവതി കപടദേഷ്യത്തോടെ പറഞ്ഞു. അയ്യേ, അമ്മ വെച്ച് ചമ്മിപ്പോയേ. അതും പറഞ്ഞ് അനു വാപ്പൊത്തി ചിരിച്ചു. നീ മിണ്ടരുത്, നിന്നോടും കൂടിയാ പറഞ്ഞത്. പാർവതി അത് പറഞ്ഞപ്പോൾ അനുവിൻ്റെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ചിരി വന്നു. അങ്ങനെ ദേവരാജനും പാർവതിയും തറവാട്ടിലേക്ക് യാത്രയായി. പിറ്റേന്ന് രാവിലെ. അയ്യോ, 7 മണിയോ? ക്ലോക്കിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അമ്മു ചാടി എഴുന്നേറ്റു. എടി നന്ദു, അനു, എഴുന്നേൽക്ക്. അമ്മു അവരെ കുലുക്കി വിളിച്ചു. ഇവർ 3 പേരും ഒരുമിച്ചാണ് കിടന്നത്. ഓ, ഇതുങ്ങൾ എഴുന്നേൽക്കുന്ന ലക്ഷണമില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് അമ്മു ഫ്രഷ് ആവാനായി പോയി. ഫ്രഷായി നേരെ അടുക്കളയിലേക്ക് പോയി. ദോശമാവെടുത്ത് വെച്ച് എന്നിട്ട് കുറേ നേരം എന്തോ ആലോചിച്ചു. അപ്പോഴാണ് ആദിയും അബിയും വിച്ചുവും സംസാരിക്കുന്ന കേട്ടത്. ഒന്നും നോക്കിയില്ല, അമ്മു അവരുടെ അടുത്തേക്ക് ഓടി. അമ്മു ചെന്നപ്പോൾ 3 പേരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാണ്. ആഹാ, അമ്മു അടുക്കളയിൽ കയറിയോ? അമ്മുവിനെ കണ്ടപ്പോൾ അബി ചോദിച്ചു. അപ്പോഴാണ് ആദിയും വിച്ചുവും അമ്മുവിനെ കാണുന്നത്. അമ്മു ഒന്ന് ഇളിച്ചു കാണിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ അമ്മൂസേ? വിച്ചു ചോദിച്ചു. ഇല്ല, അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നീ എന്താടി അവിടെ തപസ്സിരിക്കാൻ പോയതാണോ? ആദി അമ്മുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനിപ്പോൾ അടുക്കളയിലേക്ക് കയറിയതേ ഉള്ളൂ. നിങ്ങളോടൊരു ഡൗട്ട് ചോദിക്കാൻ വന്നതാണ്. അതിന് അവർ 3 പേരും എന്താണെന്ന ഭാവത്തിൽ നോക്കി. എന്ത് ഡൗട്ടാ അമ്മു? അതെ, നിങ്ങൾക്ക് ദോശ റൗണ്ട് ഷേപ്പിൽ തന്നെ വേണോ? നഖം കടിച്ചുകൊണ്ട് അമ്മു ചോദിച്ചതും 3 പേരും ദയനീയമായി അമ്മുവിനെ നോക്കി. നിങ്ങളെന്നും ഒന്നും പറയാത്തത്? ദോശയൊക്കെ വേറെ ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അബി മേലോട്ട് നോക്കി പറഞ്ഞു. പറ്റില്ലേ? ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും കറക്റ്റ് റൗണ്ടിൽ വരുമെന്ന് തോന്നുന്നില്ല, അതാ. നീ ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കിക്കോ, കഴിക്കാൻ പറ്റിയാൽ മതി. അബി പറഞ്ഞതും ആദി അബിയെ ഇരുത്തിയൊന്ന് നോക്കി. അബിയൊന്ന് ഇളിച്ചു കാണിച്ചു. ആ, ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടും വരാം. അതും പറഞ്ഞ് അമ്മു അടുക്കളയിലേക്ക് തന്നെ ഓടി. ഒരു ദോശ ഉണ്ടാക്കി. അയ്യോ, ഇതിലൊരു തുള വന്നല്ലോ. അതിനെന്താ, ആകൃതിയൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അമ്മു സ്വയം പറഞ്ഞുകൊണ്ട് ഒരു പാത്രമെടുത്ത് മൂടി വെച്ചു. അമ്മു ആ ദോശ മറ്റൊരു പാത്രത്തിലാക്കി ദോശ 2 കൈകൊണ്ടും എടുത്തു നോക്കി. എന്നിട്ട് ദോശയിൽ വന്ന തുളയിലേക്ക് ഒന്ന് നോക്കി. പാമ്പിൻ്റെ മാളം പോലെ ഉണ്ടല്ലോ. അതും പറഞ്ഞ് അതിലൂടെ ചുറ്റും നോക്കി. അപ്പോഴതാ ആദ്യ ഡോറിൽ കൈയും കെട്ടി നിൽക്കുന്നു. ആദിയെ കണ്ടപ്പോൾ വേഗം ദോശ താഴ്ത്തി പിടിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. എന്തായി? ആദ്യ അമ്മുവിൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഇതിൽ തുള വന്നു. അതും പറഞ്ഞുകൊണ്ട് അമ്മു ദോശ ആദിയുടെ നേരെ പൊക്കി കാണിച്ചു. മാറി നിൽക്കടി അങ്ങോട്ട്, അവളുടെ ഒരു ദോശ. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അമ്മുവിനെ വലിച്ചു പുറകിലേക്കാക്കി. ആദ്യ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യ ചെയ്യുന്നതെല്ലാം അമ്മു സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ആദ്യേട്ടന് ഇതൊക്കെ ചെയ്യാൻ അറിയുമോ? ദോശക്കുള്ള കറി ഉണ്ടാക്കുന്ന ആദ്യയെ നോക്കി അമ്മു ചോദിച്ചു. നിന്നെപ്പോലെ സമയത്തിന് വെട്ടിവിഴുങ്ങി മാത്രമല്ല എനിക്ക് ശീലം. നിനക്ക് മുന്നിൽ കൊണ്ട് തന്നാൽ കഴിക്കാനല്ലേ അറിയൂ. വേറെ എന്തെങ്കിലും നിനക്കറിയോ? പഠിക്കാൻ വിട്ട ക്ലാസ്സിലൊട്ട് ശ്രദ്ധിക്കുകയുമില്ല, തിന്നാൻ മാത്രം അറിയാം. ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞതും അമ്മുവിൻ്റെ കണ്ണ് ചെറുതായെന്ന് നിറയാൻ തുടങ്ങി. അമ്മു തലയും താഴ്ത്തി നിന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് 4 പേര് അവിടെ ഉണ്ടായിരുന്നു. എന്ത് നോക്കി നിൽക്കുവാ നീ? ഇതൊക്കെ കൊണ്ടുവെക്കടി. അതും പറഞ്ഞ് ആദി അവിടെ നിന്നും പോയി. പുറകെ വിച്ചുവും അബിയും. അമ്മു കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അമ്മു. നന്ദു അമ്മുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ആ, നിങ്ങൾ ഞാനെത്ര വിളിച്ചു? ഇപ്പോഴല്ലേ വരുന്നേ? ഇനി നോക്കി നിൽക്കാതെ ഇതൊക്കെ എടുത്തോണ്ട് വാ, ഇല്ലെങ്കിൽ ആ പോയി കരടി കടിക്കും. അതും പറഞ്ഞുകൊണ്ട് അമ്മു പോയി. പുറകെ അനുവും നന്ദുവും. നീ എന്നാലും അവളോട് അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു. വിച്ചുവും അത് ശരിവെച്ചു. അബി ഫോണിൽ നോക്കിക്കൊണ്ട് ആദിയോട് പറഞ്ഞു. എനിക്ക് കൂടുതലായൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഡാ, അതല്ല. അബി എന്തോ പറയാൻ വന്നപ്പോഴേക്കും അമ്മു അവിടേക്ക് വന്നു. പുറകെ അനുവും നന്ദുവും. നിങ്ങളിരിക്ക്. നന്ദുവും അനുവും ഇരുന്നു. അവർക്കെല്ലാവർക്കും അമ്മു തന്നെ കൊടുത്തു.
നീയും ഇരിക്കും മോളെ. വേണ്ട വിച്ചുവേട്ടാ, എനിക്ക് വിശപ്പില്ല. അതും പറഞ്ഞുകൊണ്ട് അമ്മു റൂമിലേക്ക് പോയി. ആദ്യം അമ്മുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. അമ്മുവിന് നന്നായി വിഷമമായി എന്ന് അവർക്ക് മനസ്സിലായി. കാലമാട്, തെണ്ടി, ദ്രോഹി, നോക്കിക്കോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ഓ, അങ്ങേരുടെ ഒടുക്കത്തെ ദോഷയും ഉപദേശവും. കലിപ്പ് തീരുന്നില്ലല്ലോ. ഞാൻ അടുക്കള പണിയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചിരിക്കും, നോക്കിക്കോ, അല്ലെങ്കിൽ എൻ്റെ പേര് പൊട്ടിക്കിട്ടോ. അമ്മു ആദ്യം നന്നായി സ്മരിച്ചു. എന്നിട്ട് റെഡിയാവാൻ പോയി. അങ്ങനെ അവർ കോളേജിലേക്കും പോയി. ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അമ്മുവിന് വിശക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു വയറെ, തള്ളയ്ക്ക് വിളിക്കാൻ തുടങ്ങിയല്ലോ. വയറും തടവിക്കൊണ്ട് അമ്മു പറഞ്ഞതും നന്ദു എന്ന ഭാവത്തിൽ അവളെ നോക്കി. എനിക്ക് വിശക്കുന്നു. നിന്നോട് കഴിക്കാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ, എന്നിട്ട് നീ കേട്ടോ? ഓ, കോലമാടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ കഴിക്കാതിരുന്ന അങ്ങേരെന്നെ വിളിച്ചിരുത്തി കഴിപ്പിക്കൂ എന്നൊക്കെ വിചാരിച്ച ഞാൻ അത്രയ്ക്ക് ജാടയിട്ടത്. പക്ഷേ അങ്ങേർക്ക് വികാരമില്ലാത്ത കാര്യം ഞാൻ ഓർക്കണമായിരുന്നു. എന്നാ വാ, നമുക്ക് പോയി കഴിക്കാം. വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം താ. നന്ദു വെള്ളമെടുത്ത് അവൾക്ക് കൊടുത്തു. ഉച്ചയ്ക്ക്. അമ്മു വാ, കഴിക്കാൻ പോവാം. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ. ദേ പെണ്ണെ, കളിക്കാതെ വരുന്നുണ്ടോ നീ? വേണ്ടാഞ്ഞിട്ടാ നന്ദു, നിങ്ങൾ പൊക്കോ. എന്നാ പിന്നെ നീ കഴിക്കേണ്ട, ഇവിടെ ഇരുന്നോ. അതും പറഞ്ഞ് നന്ദു പോയി. ഇവളും കണക്കാ. കുറച്ചുകൂടി ഒന്ന് നിർബന്ധിച്ചൂടെ? ഞാൻ വരുമല്ലോ. ഏട്ടനും അനിയത്തിയും ഒക്കെ ഒരുപോലെയാ. അയ്യോ, എനിക്ക് വിശക്കുന്നേ. ക്ലാസ്സിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ. അമ്മുവേച്ചി എന്തിയേ? നടന്നു വരുന്ന നന്ദുവിനോട് അനു ചോദിച്ചു. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോന്നു. അയ്യോ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. ഇല്ല, അവൾ കണ്ണേട്ടനെ ഒന്ന് മെരുക്കാൻ വേണ്ടി ജാടയിട്ടതാ. പക്ഷെ ഏറ്റില്ല. നമുക്ക് കഴിച്ചിട്ട് അവൾക്കുള്ളത് മേടിച്ചു കൊടുക്കാം. അധിക നേരമൊന്നും പിടിച്ചു നിൽക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. നന്ദു. ക്യാൻറ്റീനിലേക്ക് കയറാൻ നിന്ന നന്ദുവിനെ ആദ്യം വിളിച്ചു. അവളെവിടെ? ക്ലാസ്സിലുണ്ട് കണ്ണേട്ടാ. വിശപ്പില്ലാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക. കുറേ വിളിച്ചു, വന്നില്ല. രാവിലെ ഏട്ടൻ പറഞ്ഞത് നല്ല വിഷമമായിട്ടുണ്ടാവും. നിങ്ങൾ കഴിക്ക്. അങ്ങനെ നന്ദുവും അനുവും ക്യാൻറ്റീനിൽ കയറി. ആദ്യ ക്ലാസ്സിൽ ചെന്നപ്പോൾ അമ്മു ഡെസ്കിൽ തലയും വെച്ച് കിടക്കുകയായിരുന്നു. അമ്മു മാത്രമേ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ. ആദ്യ പതിയെ അമ്മുവിൻ്റെ തൊട്ടു മുന്നിലെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് കയ്യിലുള്ള പൊതി ഡെസ്കിൽ വെച്ചു. ആദ്യ വന്നതൊന്നും അമ്മു അറിഞ്ഞിരുന്നില്ല. ഹായ്, ബിരിയാണിൻ്റെ മണം. ഓ, വിശക്കുമ്പോൾ അല്ലാതെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മു അത് പറഞ്ഞപ്പോൾ ആദിക്ക് കുറ്റബോധം തോന്നി. രാവിലെ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ആദ്യ ഡെസ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടി. അമ്മു പെട്ടെന്ന് തല ഉയർത്തി നോക്കി. ആദിയായി മുന്നിലുള്ള പൊതിയും മാറി മാറി നോക്കി. എന്നോടുള്ള വാശിക്ക് എത്ര ദിവസം നീ പട്ടിണി കിടക്കും? അമ്മു അത് മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. കഴിക്ക്. അമ്മുവിൻ്റെ മുന്നിലേക്ക് ബിരിയാണി നീട്ടിവെച്ചുകൊണ്ട് ആദി പറഞ്ഞു. എനിക്ക് വേണ്ട. ആരോടെന്നില്ലാതെ അമ്മു പറഞ്ഞു. നിന്നോട് കഴിക്കുന്നോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത്, കഴിക്കാനാ പറഞ്ഞത്. ആദി കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞിട്ടും അമ്മു ഒരു അനക്കവുമില്ലാതെ അതേ ഇരിപ്പ് തുടർന്നു. ഇരുന്ന് കഴിക്കടി. ആദ്യം ഒരലർച്ചയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. വിശപ്പും ആദിയുടെ ദേഷ്യവും ഒക്കെ ആയപ്പോൾ അമ്മു വേഗം കഴിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ആദിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ കഴിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി നന്നായി വിശക്കുന്നുണ്ടെന്ന്. അപ്പോഴേക്കും നന്ദുവും അനുവും കൂടി ക്ലാസ്സിലേക്ക് വന്നു. ഓ, ഇവൾ കഴിക്കുവാണോ? അപ്പം ഇനി ഇതെന്ത് ചെയ്യും? നന്ദുവിൻ്റെ കയ്യിലുള്ള ഫുഡിലേക്ക് നോക്കി പറഞ്ഞു. ഇതെന്താ? ഇവൾക്കുള്ള ഫുഡ് വാങ്ങിയതാ. ഇത് ഞാൻ കഴിച്ചോളാം, ഇനി ക്യാൻറ്റീൻ വരെ പോവണ്ടല്ലോ. അപ്പോൾ ആദ്യമായിട്ടും കഴിച്ചില്ലായിരുന്നോ? അമ്മു ആദിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് അവളൊന്ന് നോക്കി ആദി പുറത്തേക്ക് പോയി. ഓഹോ, ബിരിയാണിക്ക് മേടിച്ചു തന്നല്ലേ. എൻ്റെ കെട്ടിയോണേ, എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഫുഡ് കഴിക്കാതെ ചത്തുപോയാ കുറ്റം എൻ്റെ ഏട്ടൻ്റെ തലയിലാവൂലേ, അതൊഴിവാക്കാൻ വേണ്ടിയാ, അനു വിളിച്ചുകൊണ്ട് പറഞ്ഞു. നീ പൂടി, എനിക്കൊരവസരം കിട്ടും, നോക്കിക്കോ. ഉവ്വേ. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. അന്ന് ഈവനിങ് വീട്ടിലെത്തിയ അമ്മു ഫുൾ ടൈം അടുക്കളയിൽ തന്നെയായിരുന്നു. നിനക്കെന്താ അമ്മുമോളെ പറ്റിയേ? പാർവതി ചെയ്യുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മുവിനെ നോക്കി പാർവതി പറഞ്ഞു. രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് പാർവതി. അമ്മ ഇതൊക്കെ എനിക്കും പഠിപ്പിച്ചുതാ. ഓഹോ, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണോ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? ആ അതെ. എൻ്റെ പൊന്നുമോള് പോയി ക്ലാസ്സിൽ പഠിപ്പിച്ചത് പഠിക്ക്. എക്സാമൊക്കെ അടുത്ത് വരുമല്ലേ, എന്നിട്ട് ഇതൊക്കെ സമയം പോലെ ഞാൻ തന്നെ പഠിപ്പിച്ചു തരാം. അതൊന്നും പറ്റില്ല, ഇതാദ്യം പഠിക്കട്ടെ, എന്നിട്ട് ബാക്കി, അമ്മു കെറുവോടെ പറഞ്ഞു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ഇങ്ങനെയുള്ളതൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ മതിയല്ലോ പഠിക്കാൻ. അമ്മ ഉണ്ടാക്കുന്നത് പോലെ എനിക്കുണ്ടാക്കണം. യൂട്യൂബൊന്നും ശരിയാവില്ല. അമ്മ ഉണ്ടാക്കുന്നത് ഫുഡൊക്കെ എന്ത് രുചിയാ. യോ, അധികം അങ്ങ് പൊക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. അതിന് അമ്മ ഒന്ന് ഇളിച്ചു കാണിച്ചു. പിന്നെ പാർവതി ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അതുപോലെ അമ്മു ഡൗട്ട് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതെല്ലാം നന്ദുവും അനുവും ഡോറിൽ ചാരി നിന്നുകൊണ്ട് വീക്ഷിച്ചു. അച്ഛാ, അനുമോളെന്തിയേ? ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ദേവരാജനോട് ആദി ചോദിച്ചു. അടുക്കള വശത്ത് നിൽക്കുന്നുണ്ടാവും, ദേവരാജൻ പറഞ്ഞതും ആദി അങ്ങോട്ടേക്ക് നീങ്ങി. ആദി അവിടെ എത്തിയപ്പോൾ കണ്ടത്
അനുവും നന്ദുവും ഡോറിൽ ചാരി നിന്നുകൊണ്ട് അടുക്കളയുടെ ഉള്ളിലേക്ക് നോക്കുന്നതാണ്. ഇവരെന്ത് നോക്കി നിൽക്കുക? അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദി അനുവിൻ്റെ തോളിലൂടെ കൈയിട്ടതും അനു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഏട്ടനായിരുന്നോ? പേടിച്ചു പോയി. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അനു പറഞ്ഞു. അല്ല, നിങ്ങളെന്താ അങ്ങോട്ടേ നോക്കി നിൽക്കുന്നത്? ആദി പറഞ്ഞതിന് അനു അടുക്കളയുടെ ഉള്ളിലേക്ക് വിരൽ ചൂണ്ടി. ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ആദി ഒന്ന് ഞെട്ടി. അമ്മു പച്ചക്കറി അരിഞ്ഞുകൊണ്ട് പാർവതിയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനില്ലേ? ചെന്ന് പഠിച്ചേ. ആദി അനുവിനെയും നന്ദുവിനെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ കുറച്ചുനേരം ആദി ഡോറിൽ ചാരി കൈകെട്ടി അമ്മുവിനെ നോക്കി. അവളുടെ ഓരോ പ്രവൃത്തിയും ആദി നോക്കി നിന്നു. എന്തോ വലിയ കാര്യം കേൾക്കുന്നത് പോലുള്ള അമ്മുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ആദിക്ക് ശരിക്കും ചിരി വന്നിരുന്നു. അവൻ കുറച്ചുനേരം അത് ആസ്വദിച്ചിരുന്നു. കുറച്ചുനേരം നിന്നതിന് ശേഷം ആദി ഒന്ന് മുരടനാക്കി. അപ്പോൾ തന്നെ പാർവതിയും അമ്മുവും തിരിഞ്ഞു നോക്കി. ആഹാ, നീ വന്നോ? നിന്റെ ഭാര്യയ്ക്ക് അടുക്കളപ്പണി പഠിക്കണമെന്ന് ഒരേ വാശി. ആദി അപ്പോൾ അമ്മുവിനെ നോക്കി. അവൾ അവനെ പുച്ഛിച്ചു തള്ളി. നിനക്കെപ്പോഴാടി എക്സാം? അത് അടുത്ത മാസമാണെന്ന് തോന്നുന്നു. തോന്നുന്നു എന്നോ? അല്ല, അടുത്ത മാസം തന്നെ. എന്ന് പോയിരുന്ന് പഠിക്കടി. ഞാനിതൊക്കെ... നീ പോകുന്നോ ഇല്ലയോ? പോവാം. അതും പറഞ്ഞുകൊണ്ട് അമ്മു പുറത്തേക്ക് നടന്നു. നീ എന്തിനാടാ ആ കൊച്ചിനെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? പാർവതി ആദിയുടെ ചെവിയിൽ പിടുത്തമിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു. അയ്യോ അമ്മ, വീട് വേദനിക്കുന്നു. വേദനിക്കാനെ പിടിച്ചേ. പാവം, ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും അവൾ പഠിക്കാൻ വന്നേ. അതൊന്നുമല്ല, ഞാൻ രാവിലെ ചെറിയ ഡോസ് കൊടുത്തിരുന്നു, അതിൻ്റെയാ. പാർവതിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ആദി പറഞ്ഞു. എന്താ നീ പറഞ്ഞേ? പാർവതി ചോദിച്ചതും ആദി രാവിലെ നടന്ന കാര്യം പറഞ്ഞുകൊടുത്തു. പാവം, അതിന് നല്ല വിഷമായി കാണും. അല്ലെങ്കിലും ഇപ്പൊ എന്തിനും അവരുടെ ഭാഗത്തല്ലേ നിൽക്കൂ. നീ അതിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. പാവല്ലേ അവള്? അത്ര പാവമൊന്നുമല്ല. ഇപ്പോൾ എന്നെ നന്നായിട്ട് സ്മരിക്കുന്നുണ്ടാവും ആ പാവം. പ്രത്യേക ഈണത്തിൽ ആദി പറഞ്ഞു. പാർവതി ആദിയെ തന്നെ നോക്കി. നോക്കണ്ട, സംശയമുണ്ടെങ്കിൽ വാ, കാണിച്ചു തരാം.